ലൈംഗിക പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. പരാതി രാഷ്ട്രീയ പ്രേരിതമാണെന്നും അറസ്റ്റ് തടയണമെന്നും ആവശ്യപ്പെട്ടാണ് രാഹുൽ ഹൈക്കോടതിയെ സമീപിച്ചത്. അതേസമയം 10-ാം ദിവസവും രാഹുൽ മാങ്കൂട്ടത്തിലെ കണ്ടെത്താൻ അന്വേഷണം തുടരുകയാണ്. വിപിൻ സി വിജയൻ കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകും. പറയൂ വിപിൻ. SKN 10 ദിവസമായി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഒളിവിലാണ്. എവിടെയെന്ന് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. കാര്യക്ഷമമായ അന്വേഷണം ഇതിൽ നടക്കുന്നുവെന്നുള്ളതാണ് സർക്കാരും പറയുന്നത്. ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിക്ക് മുൻപിൽ എത്തുന്നത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. ഇതേ തുടർന്നാണ് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് ഇപ്പോൾ ഒരു ശ്രമം നടത്തുന്നത്. ഇന്ന് 11 മണിക്ക് ശേഷം ഈ ഹർജി പരിഗണിക്കുകയും ചെയ്യും. ജസ്റ്റിസ് കെ ബാബുവിന്റെ അധ്യക്ഷനായിട്ടുള്ള സിംഗിൾ ബെഞ്ചാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പ്രധാനപ്പെട്ട വാദങ്ങൾ ഇത് പീഡനം എന്നുള്ള ഒരു കേസിൽ ഇത് നിലനിൽക്കില്ല. ഒപ്പം തന്നെ രാഷ്ട്രീയമായിട്ടുള്ള ഗൂഢാലോചന ഇതിൽ നടന്നിട്ടുണ്ട്. തന്റെ രാഷ്ട്രീയ ഭാവി നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടന്നിട്ടുള്ളത്. നേരായ ഒരു വഴിക്ക് അതിന്റെ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടല്ല ഈ അതിജീവിത പരാതിയുമായി എത്തിയിട്ടുള്ളത്. മുഖ്യമന്ത്രിക്ക് നേരിട്ട് നൽകുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിലൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത്. മറ്റൊന്നുള്ളത്, തന്റെ പക്ഷം തെളിവുകളുണ്ട്. ഈ തെളിവുകൾ ഹാജരാക്കുന്നതിന് വേണ്ടി ഒരു സമയം വേണം. ഒപ്പം ഈ ഒരു കേസിൽ നിന്ന് എവിടെ വേണമെങ്കിലും ഇതിന്റെ എല്ലാ വിവരങ്ങളും കൈമാറാൻ താൻ തയ്യാറാണ് എന്നും മുൻകൂർ ജാമ്യം നൽകണമെന്നുള്ളതുമാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ആവശ്യം. എന്നാൽ ഒരു MLA ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുകയാണെങ്കിൽ, അത് നൽകുകയാണെങ്കിൽ അത് ഈ കേസന്വേഷണത്തെ ബാധിക്കും. അതുകൊണ്ട് നൽകരുത് എന്നുള്ളതും കേസന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്നുള്ളതുമാണ് ഇപ്പോൾ പ്രോസിക്യൂഷനും പറഞ്ഞിട്ടുള്ളത്. ഇന്ന് വളരെ നിർണായകമാണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദമായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം നിൽക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശം ഇതായി പടിവാതിക്കൽ എത്തി നിൽക്കുന്ന ഈ ഘട്ടത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ സജീവ ചർച്ചയായി നിൽക്കുകയാണ്. ഇപ്പോൾ ഇന്നലെയും ഈ 10 ദിവസമായിട്ടും MLA പിടികൂടാൻ കഴിഞ്ഞില്ലേ എന്നുള്ളത് സർക്കാരിന്റെ വീഴ്ചയാണെന്ന് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ വിമർശിച്ചിരുന്നു. എന്നാൽ കോൺഗ്രസിലെ ഒരു വിഭാഗം തന്നെയാണ് സംരക്ഷിക്കുന്നത്. അവർ കാണിച്ചു തന്നാൽ ഉടനെ പിടിക്കാമെന്നുള്ളതായിരുന്നു ഇന്നലെ മുഖ്യമന്ത്രി ഇതേ സംബന്ധിച്ച് പറയുകയും ചെയ്തത്. ഇത്തരത്തിൽ ഒരു വാദപ്രതിവാദം നടക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് മുൻകൂർ ജാമ്യാപേക്ഷ എത്തുന്നത്. അപ്പോൾ നോട്ട് ടു അറസ്റ്റ് എന്നുള്ളതെങ്കിലും വരികയാണെങ്കിൽ പോലും അത് വലിയ രീതിയിലുള്ള ഡൈമെൻഷനുകളിലേക്ക് പോകാനൊക്കെയുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഹൈക്കോടതി എന്തായിരിക്കും ഇതിൽ വിധിക്കുക എന്നുള്ളതും വളരെ ആകാംക്ഷയോടെ തന്നെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.